വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഒരു ജോലിയായിരുന്നു എൻ്റെ സ്വപ്നം. അങ്ങനെ എനിക്ക് പരിചയമില്ലാത്തൊരു നാട്ടിൽ ഞാൻ എത്തി. ഇനി ഇവിടെ ഒരു ഹോസ്റ്റൽ നോക്കണം. ഹായ് മാഡം. യെസ്, പറയൂ. എനിക്കൊരു റൂം വേണമായിരുന്നു. ഓക്കെ, റൂമുണ്ട്. 4000 രൂപ അഡ്വാൻസ് അടയ്ക്കേണ്ടതുണ്ട്. അയ്യോ മാഡം, ഞാനൊരു ജോബായി ബന്ധപ്പെട്ട് വന്നതാ. ജോബ് ഉടനെ ആകും, അപ്പോൾ ക്യാഷ് അടച്ചാൽ മതിയാകുമോ? നോ നോ, ക്യാഷ് ഇപ്പോൾ അടയ്ക്കേണ്ടതുണ്ട്. പ്ലീസ് മാഡം, എനിക്ക് മറ്റൊരിടവും ഇപ്പോൾ പോകാൻ പറ്റില്ല. ഓക്കെ, എന്നാൽ തൽക്കാലം എൻ്റെ റൂം ഇന്നത്തേക്ക് ഉപയോഗിച്ചോ. ഓക്കെ, താങ്ക്സ് മാഡം. കാണാൻ നല്ല ഭംഗിയുണ്ട്. രാത്രി എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കാൻ എനിക്കൊരാളാകുമല്ലോ. ഓക്കെ, വാ, ഞാൻ റൂം കാണിച്ചു തരാം. ഓക്കെ, താങ്ക്സ് മാഡം. ഓക്കെ, ഇതാണ് റൂം. ഓക്കെ മാഡം. നല്ല റൂമാണല്ലോ. പുറത്ത് ഗ്രൗണ്ടാണെന്ന് തോന്നുന്നു. ചെറുക്കന്മാർ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. ഇത് ബൈനാക്കുലർ ആണല്ലോ. ഇതെന്തിനാ ഇവിടെ വെച്ചിരിക്കുന്നേ? മാഡം ഇത് വെച്ച് ഫുട്ബോൾ കളിക്കുന്നവരെ നോക്കുന്നുണ്ടാകും. മാഡം ആള് കൊള്ളാലോ ഷോർട്സൊക്കെ ഇട്ട്. നല്ല രസമുണ്ട് ഇങ്ങനെ കണ്ടു നിൽക്കാൻ. നന്നായി കളിക്കുന്നുണ്ട്. ചെറുക്കന്മാർ ഷോർട്സ് ഇട്ടിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. കളി കഴിഞ്ഞല്ലോ, അവരൊന്ന് പരിചയപ്പെടാം. ഹായ്. ഹായ്. നിങ്ങൾ സ്ഥിരം ഇവിടെ കളിക്കാൻ വരാറുണ്ടോ? ഇല്ല, ഫ്രീ കിട്ടുന്ന ദിവസം മാത്രമേ വരാറുള്ളൂ. ഇതിവിടുത്തെ മാഡത്തിൻ്റെ റൂമല്ലേ? അതെ, ഇന്നൊരു ദിവസത്തേക്ക് എനിക്ക് ഈ റൂം തന്നു. നിങ്ങൾ എന്ത് ചെയ്യുന്നു? പഠിക്കുകയാണോ? ഇല്ല, ഞങ്ങൾ വർക്ക് ചെയ്യുന്നു. താനെന്ത് ചെയ്യുന്നു? ഞാനൊരു ജോബ് നോക്കുന്നു. ഒന്നും ആയിട്ടില്ല. ഫുട്ബോളിസ്റ്റാണോ? ഇല്ല, എനിക്ക് വോളിബോൾ ഇഷ്ടമാണ്. ഇവിടെ അടുത്തൊരു വോളിബോൾ കോർട്ടുണ്ട്. ആണോ? നിങ്ങൾ പോകാറുണ്ടോ? പോകാറുണ്ട്, കളിക്കാനല്ല. പിന്നെ അവിടെ കളിക്കുന്ന പെണ്ണുങ്ങളെ കാണാൻ. നിങ്ങൾ 3 പേരും പെണ്ണിനെ കാണാൻ വേണ്ടിയാണോ പോകുന്നത്? അതെ. അപ്പൊ അത്യാവശ്യം നല്ല വായ്നോട്ടം ഉണ്ടല്ലേ? പിന്നെ ഇപ്പോഴല്ലേ നോക്കാൻ പറ്റുള്ളൂ. നീ വന്നാ നിന്നെ നോക്കും ഞങ്ങൾ. അവിടുത്തെ യൂണിഫോം സൂപ്പറാണ്. കാലുകൾ കാണും. നല്ല ആഗ്രഹമാണല്ലോ. ആഗ്രഹമില്ലാതിരിക്കുവോ? നല്ല ലുക്കുണ്ട് നിന്നെ കാണാൻ. താങ്ക്സ്. നിന്റെ ഈ നിൽപ്പ് കാണുമ്പോൾ നിന്നെ എടുത്ത് വീട്ടിൽ കൊണ്ടുപോകാൻ തോന്നുന്നുണ്ട്. വീട്ടിലെടുത്തോണ്ട് പോയി എന്ത് ചെയ്യാനാ? നിന്നെ വീട്ടിൽ കൊണ്ടുപോയി എന്തിനാണെന്നോ? നിന്നെ റൂമിൽ കിട്ടിയാൽ എനിക്ക് സ്വർഗം കിട്ടിയതുപോലെയാണ്. ഓഹോ, നിങ്ങൾ കൊള്ളാമല്ലോ. എനിക്ക് ആൺ സുഹൃത്തുക്കളെ വേണമായിരുന്നു. ഞാൻ മാത്രം വിചാരിച്ചാൽ ഇവിടെ ഒരു നല്ല ജോലി കണ്ടുപിടിക്കാൻ പാടാണ്. ഞങ്ങൾ 3 പേരെയും ഫ്രണ്ടായി കണ്ടോളൂ. എന്നിട്ട് വേണം എന്നെ വീട്ടിലെടുത്തോണ്ട് പോകാൻ. ഇല്ല, നിനക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രമേ റൂമിൽ കൊണ്ടുപോവുകയുള്ളൂ. എന്നാ ഓക്കെ, നമുക്ക് 4 പേർക്കും നല്ല സുഹൃത്തുക്കളാകാം. ഓക്കെ. അതെ, എങ്ങനത്തെ ഫ്രണ്ട്ഷിപ്പാണ് ഇഷ്ടം? കുറച്ചൊക്കെ തൊടുന്ന അങ്ങനത്തെ ഫ്രണ്ട്ഷിപ്പാണോ? അതോ പക്ക ഡീസൻറ്റ് ഫ്രണ്ട്ഷിപ്പാണോ താല്പര്യം? ഞാൻ അങ്ങനെ പക്കാ ഡീസൻ്റായി നിന്നാൽ നിങ്ങൾക്ക് തന്നെ ബോറടിക്കും. കുറച്ചൊക്കെ തൊടാൻ നമുക്ക്. ഓവറാകാതിരുന്നാ മതി. ഓക്കെ, അത് മതി. ഓവറാകില്ല, ഉറപ്പാണ്. നമുക്ക് എല്ലാം തുറന്ന് സംസാരിക്കുന്ന നല്ല ഫ്രണ്ട്സാകാം. ഓക്കെ, ഞങ്ങൾ റെഡി. ഞങ്ങളും അങ്ങനെ ഒരു കൂട്ടുകാരിയെ തപ്പി നടക്കുകയായിരുന്നു. നീ സാരി ഉടുക്കാറുണ്ടോ? ഉടുക്കാറുണ്ട്. നിനക്ക് സാരി നന്നായി ചേരും. അതെന്താ? നിന്നെ കാണുമ്പോൾ അറിയാം. അതിനു മുന്നേ എല്ലാം സ്കാൻ ചെയ്തോ? നടക്കട്ടെ. പക്ഷെ ഉടുക്കുമ്പോൾ കാണിക്കേണ്ടതെല്ലാം കാണിക്കണം. സാരിയിൽ നിങ്ങൾക്ക് കുറച്ചൊക്കെ കാണാൻ പറ്റുമല്ലേ? അതെ, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഭാഗങ്ങളുണ്ട്. അതൊക്കെ സാരിയാണെങ്കിൽ കാണാൻ പറ്റും. അതാ സാരി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സായത്. ഏത് ടൈപ്പ് സാരിയാണ് നിങ്ങൾക്കിഷ്ടം? സോഫ്റ്റ് സാരി ഇഷ്ടമാണോ? അതാവുമ്പോൾ നന്നായി ഉടുത്താൽ എല്ലാം നല്ല ഭംഗി വരും. എനിക്ക് സോഫ്റ്റ് സിൽക്ക് സാരി ഇഷ്ടമാണ്. ഇന്നലെ ഒരു കല്യാണത്തിന് പോയപ്പോൾ ബ്രൈഡ് അങ്ങനത്തെ സാരി ഉടുത്തിരുന്നു. അടിപൊളിയായിരുന്നു കാണാൻ. എല്ലാം നല്ല തിളക്കത്തോടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ ഭാഗ്യം. എല്ലാം നന്നായുണ്ട്. നമ്മുടെ സൗഹൃദം ഇന്നു മുതൽ തുടങ്ങുകയല്ലേ? ഒരു കിസ് തന്നു തുടങ്ങിയാലോ? എവിടെ കിസ് ചെയ്യാനാ? എനിക്ക് പുറത്തു വരാൻ പറ്റില്ല. നീ പുറത്തു വരണ്ട, നിന്റെ കൈ ഇങ്ങ് പുറത്തു വന്നാൽ മതി. എല്ലാവർക്കും കൈ നല്ല ഇഷ്ടമാണെന്ന് തോന്നുന്നു. ഞങ്ങൾക്കിഷ്ടമാണ്. പെണ്ണിൻ്റെ കൈ നല്ല രസമാണ്. ഡോറിൽ ആരോ മുട്ടുന്നു. മാഡം വന്നു എന്നാ തോന്നുന്നേ. ഓക്കെ, എന്നാ പിന്നെ കാണാം. ബൈ. ഹായ് മാഡം. ഹായ്. റൂം ഇഷ്ടപ്പെട്ടോ? യെസ്, ഇഷ്ടായി.
ക്യാഷിൻ്റെ ബുദ്ധിമുട്ട് നന്നായി ഉണ്ടല്ലേ? അതെ മാഡം. അതാ എൻ്റെ മെയിൻ പ്രോബ്ലം. വീട്ടിലാരൊക്കെയുണ്ട്? അച്ഛൻ, അമ്മ. അവർ ക്യാഷ് തരില്ലേ? വീട്ടിലും ക്യാഷിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. അതാ ഞാൻ ജോബിന് വേണ്ടി നോക്കുന്നത്. ഓക്കെ. ഞാനൊരു കാര്യം ചോദിച്ചാൽ ദേഷ്യപ്പെടുമോ? ഇല്ല. എന്താ? എൻ്റെ ഒരു സംശയം മാത്രമാണ്. അത് അങ്ങനെ അല്ല എങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഓക്കെ. എന്തുണ്ടെങ്കിലും പറഞ്ഞോ, പേടിക്കണ്ട. റിസപ്ഷനിൽ വെച്ച് മാഡം എൻ്റെ താഴോട്ട് നോക്കുന്നതായി എനിക്ക് തോന്നി. അതാണോ? ഭംഗി കണ്ടാൽ ആരായാലും നോക്കില്ലേ? അത് നോക്കും. നോക്കുന്നത് മാത്രമാണോ ഇഷ്ടം? അതോ നോക്കുന്നത് മാത്രമല്ല, എല്ലാം ഇഷ്ടമാണ്. ഓക്കെ. നിനക്ക് അതൊക്കെ ഇഷ്ടമാണോ? അതേ, ഇഷ്ടമാണ്. ശരിക്കും ഇഷ്ടമാണോ? ശരിക്കും ഇഷ്ടമാണ്. അതോ റൂമിൽ തുടർന്നും നിൽക്കാൻ അനുവദിക്കാൻ വേണ്ടിയുള്ള അടവാണോ? ഏയ് ഇല്ല. എനിക്കതൊക്കെ ഇഷ്ടമാണ്. പിന്നെ സത്യമാണ്, എനിക്കൊരു റൂം വേണം. അത് ഞാൻ ക്യാഷ് തരും. പക്ഷേ കുറച്ച് ദിവസത്തെ സമയം മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഓക്കെ. നിന്നെ എനിക്കിഷ്ടമായി. നീ ജോബ് കണ്ടെത്തിയിട്ട് ക്യാഷ് തന്നാൽ മതി. അത്രയും ദിവസം എൻ്റെ ഈ റൂം നീ ഉപയോഗിക്കുക. ഓ, താങ്ക് യു മാഡം. താങ്ക് യു ഒന്നും വേണ്ട. പകരം എന്താ വേണ്ടതെന്ന് മനസ്സിലായല്ലോ? മനസ്സിലായി. എന്നാ പിന്നെ ഇപ്പം തന്നെ തുടങ്ങിയാലോ? ഓക്കെ, ഞാൻ റെഡി. ഞാൻ ഡോർ അടയ്ക്കട്ടെ? ഓക്കെ. നല്ല ലുക്കുണ്ട് നിന്നെ കാണാൻ. ഓ, താങ്ക്സ്. നിന്നെ ഞാനൊരു പ്രത്യേക ലോകത്തെത്തിക്കട്ടെ? അതെങ്ങനെ? എൻ്റെ ഈ തൈകളിലൂടെ നിനക്ക് ആ ലോകത്തെത്താൻ സാധിക്കും. ആ ലോകത്തെത്തിയാൽ പിന്നെ നിനക്ക് അവിടുന്ന് തിരിച്ചു വരാൻ തോന്നില്ല. അതെന്താ? ആ ലോകത്ത് മനോഹരമായ ചെടികളും പൂക്കളും ധാരാളമുണ്ട്. ആ ചെടികളിലെ ഒരു പൂവായിരിക്കും നീ. ആ പൂവിനടുത്തേക്ക് വരുന്ന വണ്ടുകൾ നിനക്ക് അത്രയും പ്രിയപ്പെട്ടതായിരിക്കും. അത് കൊള്ളാലോ. അങ്ങനെ ഏതെങ്കിലും ലോകത്തേക്ക് നീ സ്വന്തമായി പറന്ന് എത്തിയിട്ടുണ്ടോ? എനിക്ക് മനസ്സിലായി. അതെ, ആ ലോകത്തേക്ക് സമയം കിട്ടുമ്പോഴെല്ലാം ഞാൻ പോകാറുണ്ട്. അത്രയ്ക്കിഷ്ടമാണ് എനിക്ക്. നീ കൊള്ളാലോ. ചുമ്മാതല്ല ഇത്രയും ഭംഗി നിനക്ക് വന്നത്. അതെന്താ? ആ ലോകത്ത് സ്ഥിരം പോയാൽ കണ്ണുകൾക്ക് നല്ല ഭംഗി വരും. മുഖം നല്ല പ്രസരിപ്പായിരിക്കും. മനസ്സിന് നല്ല ആശ്വാസമായിരിക്കും. പിന്നെ എല്ലാം നല്ല ഭംഗി വരും. അത് ശരിയാ. എനിക്ക് കുറേ ആഗ്രഹങ്ങളുണ്ട്. അതെല്ലാം നീ വഴി എനിക്കറിയണം. അതെന്തൊക്കെയാ? എനിക്ക് നല്ല ഡ്രസ്സ് കാണുമ്പോൾ അത് ഇട്ട് കാണാൻ ഇഷ്ടമാണ്. ഇപ്പോൾ എനിക്ക് അതൊക്കെ ഇട്ട് കാണാൻ ഒരാളെ കിട്ടി. ഓക്കെ, ഞാൻ റെഡി. എന്തു പറഞ്ഞാലും ഞാൻ അനുസരിച്ചോളാം. ഓക്കെ, അപ്പോൾ ഇന്ന് രാത്രി ഞാൻ വരുമ്പോൾ ഒരു ഡ്രസ്സ് വാങ്ങി വരാം. ആ ഡ്രസ്സിൽ നിന്നെ എനിക്ക് കാണണം. കണ്ടാൽ മാത്രം മതിയോ? അതോ ഈ സുന്ദരിയെ അങ്ങനെ കണ്ടിട്ട് പോകാൻ ആർക്കെങ്കിലും തോന്നുമോ? അതെനിക്കിഷ്ടായി. ഞാൻ നിന്നെ കെട്ടിപ്പിടിക്കട്ടെ? ഓക്കെ. നല്ല രസമുണ്ട് നിന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് വെച്ചിരിക്കാൻ. നല്ല ബലമാണല്ലോ കൈകൾക്ക്. ഇങ്ങനെ കെട്ടിപ്പിടിച്ചാൽ എൻ്റെ കാര്യത്തിലൊരു തീരുമാനമാകും. നിന്നെ വിടാൻ തോന്നുന്നില്ല. ഏത് സോപ്പാണ് നീ ഉപയോഗിക്കുന്നത്? നല്ല മണമാണല്ലോ. വിടാൻ തോന്നുന്നില്ല. അത്രയ്ക്കിഷ്ടായോ? പിന്നെ ഒരുപാടിഷ്ടം തോന്നുന്നു. ഇത്രയും എന്നോട് ഇഷ്ടം തോന്നുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അങ്ങനെ എല്ലാവരോടും തോന്നാറില്ല. പക്ഷേ നിന്നോടങ്ങനെ തോന്നുന്നു. ഓക്കെ, ഞാൻ ഡ്രസ്സും വാങ്ങി രാത്രി വരാം. ഫുഡ് കഴിക്കാനായി താഴെ ക്യാൻറ്റീനിൽ പോയിക്കൊള്ളൂ. ഓക്കെ മാഡം. സമയം പോകുന്നില്ലല്ലോ. ചെറുക്കന്മാരുടെ കളി ഒന്നുകൂടെ കാണാം. നന്നായി കളിക്കുന്നുണ്ട്. ബ്ലൂ ഷർട്ട് അവൻ അടിപൊളിയാണ്. ആർക്കായാലും ഒരിഷ്ടം തോന്നിപ്പോകും. നേരത്തെ എന്നോട് സംസാരിച്ചവർ അവിടെ നിൽക്കുന്നുണ്ട്. ഒരാളുണ്ട്, ഷിനോബ് എന്നാണ് അവൻ്റെ പേര്. അവൻ നല്ല രസമുണ്ട് കാണാൻ. നേരത്തെ ഇട്ടിരുന്ന ഡ്രസ്സ് തന്നെയാണ് അവരിപ്പോഴും ഇട്ടിരിക്കുന്നത്. അവരപ്പോഴേ കളിക്കുന്നുണ്ടാകും. നന്നായി വിയർത്തിട്ടുണ്ട്. ക്യാൻറ്റീനിൽ പോയി ഫുഡ് കഴിക്കാം. ഇനിയും നിന്നാൽ ചിലപ്പോൾ ഫുഡ് കിട്ടില്ല. മനസ്സിനിന്ന് വല്ലാത്തൊരു സന്തോഷമായിരുന്നു. ഇന്ന് ഹോസ്റ്റലിൽ വന്ന ആ സുന്ദരി പെണ്ണിനെക്കുറിച്ചായിരുന്നു ഇന്ന് മുഴുവനും എൻ്റെ ചിന്ത. ഇന്ന് രാത്രി അവളെ പൂർണ്ണമായി അറിയുവാൻ പോകുന്നു. ആ ഒരു ചിന്ത ഇന്ന് ഫുള്ള് എനിക്ക് നല്ലൊരു ഹാപ്പി മൂഡ് തന്നു. അങ്ങനെ കടയിൽ പോയി നല്ലൊരു ഡ്രസ്സ് വാങ്ങി. ഇതിട്ട് അവളെ കാണാൻ നല്ല ആഗ്രഹം തോന്നുന്നുണ്ട്. ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചോ? ഏയ് ഇല്ല. ഇതാ ഈ ഡ്രസ്സ് ഇട്ട് വാ നോക്കട്ടെ.
ഈ ഡ്രസ്സ് ഇടാൻ നല്ല രസമുണ്ട്. ശരീരത്തോട് ഡ്രസ്സ് നന്നായി ചേർന്ന് കിടക്കുന്നു. വാവ്, അടിപൊളിയാണല്ലോ. താങ്ക് യു. നന്നായി ചേരുന്നുണ്ട് നിനക്ക്. ഓക്കെ, തിരിഞ്ഞു നിന്ന് നോക്കട്ടെ. ഓക്കെ, വാവ്, സൂപ്പർ. എല്ലാം നല്ല ഭംഗിയുണ്ട് കാണാൻ. നിനക്ക് നന്നായി ചേരുന്നുണ്ട്. താങ്ക്സ്. അടുത്ത് വന്നേ. ഓക്കെ, ഇതേപോലത്തെ ഡ്രസ്സ് മുന്നേ ഇട്ടിട്ടുണ്ടോ? ഏയ് ഇല്ല, ആദ്യമായിട്ടാ. നിന്റെ കല്യാണം കഴിയുമ്പോൾ ഇതേപോലത്തെ കുറേ ഡ്രസ്സ് ഇടേണ്ടി വരും. അതെന്താ? കല്യാണം കഴിഞ്ഞ് മുമ്പോൾ പുരുഷനെ ആകർഷിക്കുന്ന രീതിയിലുള്ള ഡ്രസ്സാണ് ധരിക്കേണ്ടത്. അങ്ങനെയൊക്കെ ഉണ്ടോ? എനിക്കറിയില്ലായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ട്. എല്ലാം ഞാൻ നിന്നെ പഠിപ്പിക്കാം. ഓക്കെ. കല്യാണം കഴിഞ്ഞ അടുത്ത ദിവസം മുതൽ നമ്മളോട് വല്ലാത്തൊരു ഇഷ്ടം അവർക്ക് തോന്നും. ആ സമയം നമ്മൾ ഇതേപോലത്തെ ഡ്രസ്സ് കൂടെയാണെങ്കിൽ ആണുങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഓക്കെ. സമയം കിട്ടുമ്പോഴെല്ലാം നമ്മളോട് സ്നേഹം പ്രകടിപ്പിക്കും. കൊള്ളാലോ. ഇന്ന് ഫുള്ള് ഞാൻ നല്ല ഹാപ്പിയായിരുന്നു. അതെന്താ? നിന്നെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു ഇന്ന് മുഴുവനും. നിന്നോടൊക്കെ എനിക്ക് തോന്നുന്ന ഇഷ്ടം ഇന്ന് രാത്രി നടക്കാൻ പോകുന്നതെല്ലാം ഇമാജിൻ ചെയ്തിരിക്കുകയായിരുന്നു. സത്യം പറയാലോ, ഞാനും അതെ. അപ്പോൾ നമുക്ക് സമയം കളയണ്ട. ഇനിയും ക്ഷമിക്കാനുള്ള ശേഷിയില്ല. നല്ല ഇഷ്ടാണെന്ന് തോന്നുന്നു. പിന്നെ ഒരുപാട്. എല്ലാം എനിക്ക് നന്നായി അറിയണം. ഓക്കെ ഓക്കെ. ലൈറ്റ് ഓഫ് ചെയ്യണ്ട. അതെന്താ? ലൈറ്റ് ഓഫാക്കിയാൽ ഈ സുന്ദരി പെണ്ണിന്റെ സൗന്ദര്യം എനിക്ക് കാണാൻ പറ്റില്ലല്ലോ. മാഡം കൊള്ളാലോ. നമുക്ക് ഫുഡ് കഴിക്കാൻ ഇനി താഴെ ക്യാൻറ്റീനിൽ പോകണ്ട. ഞാൻ ഫുഡ് കൊണ്ടുവന്നു. റൂമിലിരുന്ന് എല്ലാം ആസ്വദിച്ച് കഴിക്കാനുള്ള സമയം കിട്ടും. ഓക്കെ ഓക്കെ. ഈ ഡ്രസ്സിൽ നീ ഇങ്ങനെ ചാരി നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഓ ആണോ? താങ്ക്സ്. ഈ നിൽപ്പ് കണ്ടാൽ ഏതൊരാൾക്കും ഒരിഷ്ടമൊക്കെ തോന്നിപ്പോവും. കൊള്ളാലോ. മാഡത്തിന് അങ്ങനെ ഇഷ്ടം തോന്നുന്നുണ്ടോ? അതല്ലേ ഞാൻ പറഞ്ഞത്. എന്നെ എന്ത് ചെയ്യാനാ തോന്നുന്നത്? പറയാൻ നല്ല ചമ്മല് തോന്നുന്ന കാര്യങ്ങളാണ് എനിക്കിപ്പോൾ നിന്നോട് തോന്നുന്നത്. അതെന്താ അത്രയും ചമ്മല് തോന്നുന്ന കാര്യം? അതൊക്കെയുണ്ട്. നീ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറത്താണ് നിന്നോടൊക്കെ എനിക്ക് തോന്നുന്ന ഇഷ്ടം. ഓക്കെ. കുറേ കാലമായി മനസ്സിൽ കൊണ്ടു നടക്കുന്നൊരാഗ്രഹമാണ് ഇന്ന് എനിക്ക് ലഭിക്കുന്നത്. ഓ ആണോ? നല്ല മണമാണല്ലോ മുടിക്ക്. ഓക്കെ. നല്ല ഡ്രസ്സായതുകൊണ്ട് നീ കുറച്ചുകൂടി സുന്ദരിയായിട്ടുണ്ട്. എനിക്ക് തൊടുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. സോഫ്റ്റ് ഡ്രസ്സല്ലേ, അതാ. ഓക്കെ, അടിപൊളിയാണല്ലോ. ഇഷ്ടായോ? യെസ്, സൂപ്പർ. ഇങ്ങോ അടുത്തോട്ട് വാ. വരാം. എന്തൊരു ഭംഗിയാ നിന്നെ കാണാൻ. താങ്ക്സ്. ഈ ഡ്രസ്സിൽ നീ കുറച്ചുകൂടെ സോഫ്റ്റായിട്ടുണ്ട്. ഓക്കെ. നിന്നെ ഇങ്ങനെ കൈയുടെ ഉള്ളിൽ നിർത്തിയിരിക്കുമ്പോൾ എനിക്കൊരു നിധി കിട്ടിയതുപോലെ തോന്നുന്നുണ്ട്. അത് കൊള്ളാലോ. അത്രയ്ക്കിഷ്ടായോ? പിന്നെ എനിക്ക് സ്വന്തമായ ഒരാൾ. മാഡത്തിന് എനിക്കിഷ്ടായി. ആണോ? താങ്ക്സ്. ഇതേപോലത്തെ കുറച്ച് ഡ്രസ്സ് ഇവൾക്ക് വാങ്ങണം. നന്നായി ചേരുന്നുണ്ട്. ബെഡ് ഇഷ്ടമായോ? സൂപ്പർ. നല്ല സോഫ്റ്റ് ബെഡ്. എനിക്ക് ഒരുപാട് ഇഷ്ടായി. ആണോ? നല്ല സുഖമുണ്ട് ഈ ബെഡിലിങ്ങനെ കിടക്കാൻ. ഹലോ, എന്താ കണ്ണടച്ച് കിടക്കുന്നേ? ഏയ് ഒന്നുമില്ല. ഞാനിങ്ങനെ വേറൊരു ലോകത്തൂടെ സഞ്ചരിച്ചോണ്ടിരിക്കുക. അവിടുന്ന് ഇതുവരെ വന്നില്ലേ ഇങ്ങ്? ഇല്ല, വരാൻ തോന്നുന്നില്ല. ആണോ? എന്നാൽ പതുക്കെ വന്നാൽ മതി. ഞാനിവിടെ ഇരിക്കാം. ഇവളെ കുറച്ച് ദിവസം എന്നോടൊപ്പം നിർത്തിയിരിക്കാം. അഡ്മിഷൻ ഫീസ് വാങ്ങിക്കേണ്ട. പകരം കുറച്ച് ദിവസം എൻ്റെ റൂമിൽ നിർത്താം. ഹലോ, ഇപ്പോഴും ആ ലോകത്താണോ? ഇല്ല. നീ അഡ്മിഷൻ ഫീസ് വരണ്ട. നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഓ താങ്ക്സ് മാഡം. താങ്ക്സ് ഒന്നും വേണ്ട. പകരം എന്താ വേണ്ടതെന്ന് മനസ്സിലായല്ലോ. മനസ്സിലായി. നാളെയും വൈകുന്നേരമേ വരാൻ പറ്റുള്ളൂ. ഞാൻ നാളെ രാവിലെ 4 മണിക്ക് വന്നാൽ നീ എഴുന്നേൽക്കുമോ? ഓക്കെ, ഞാൻ റെഡിയായി നിൽക്കാം. രാവിലെയും വൈകുന്നേരം കിട്ടുമ്പോൾ കുറച്ചു കൂടുതലായി സ്നേഹിക്കാൻ പറ്റും. ഓക്കെ, ഞാൻ റെഡി. അപ്പോൾ എനിക്കിനി വീട്ടിൽ പോകണം. ഹസ്ബൻഡ് വീട്ടിലുണ്ട്. ഓക്കെ മാഡം. ഒറ്റയ്ക്ക് റൂമിൽ കിടക്കാൻ പേടിയുണ്ടോ? ഏയ് ഇല്ല മാഡം. മാഡം പോയിക്കോളൂ. ഓക്കെ, ബൈ. ഗുഡ് നൈറ്റ്. ബൈ. ഗുഡ് നൈറ്റ്. ഒറ്റയ്ക്ക് ഈ റൂമിൽ നിൽക്കാനും പേടിയുണ്ട്. രാവിലെ പരിചയപ്പെട്ട ഫുട്ബോൾ കളിക്കാരെ ഇങ്ങോട്ട് വിളിച്ചാലോ?